ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സഹോദരങ്ങളെ, പൂർണ്ണത എന്ന് വെച്ചാൽ 100% കുറ്റമറ്റ അവസ്ഥയാണ്. ആ ഗുണം ദൈവത്തിൻ്റെതാണ്. ആവർത്തനം 32:4 കേൾക്കൂ. യഹോവയാകുന്നു പാറ, അവൻ്റെ പ്രവൃത്തി അത്യുത്തമം, അവൻ്റെ വഴികളൊക്കെയും ന്യായം. അവൻ വിശ്വസ്തതയുള്ള ദൈവം, വ്യാജമില്ലാത്തവൻ, നീതിയും നേരുമുള്ളവൻ തന്നെ. ഇതിൽ നിന്നും ദൈവം പൂർണ്ണനാണെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ജോബ് 37:16 ശ്രദ്ധിക്കൂ. മേഘങ്ങൾ എങ്ങനെ ആകാശത്തിൽ പൊങ്ങി ഒഴുകുന്നു എന്നും സമ്പൂർണനായവൻ്റെ അത്ഭുതങ്ങളും നീ അറിയുന്നുവോ? ദൈവത്തിൻ്റെ അറിവ് പൂർണ്ണമാകുന്നുവെന്നല്ലേ ഈ വാക്കുകൾ വ്യക്തമാക്കുന്നത്. സങ്കീർത്തനം 18:30 ദൈവത്തിൻ്റെ വഴി തികവുള്ളത് എന്ന് പറയുന്നു. സങ്കീർത്തനം 19:7 യഹോവയുടെ നിയമങ്ങൾ തികവുള്ളത് എന്നും പറയുന്നുണ്ട്. അങ്ങനെ പൂർണ്ണതയുള്ള ദൈവം നൽകിയ കൽപ്പനയിൽ നമ്മോടും ഒരു പൂർണ്ണത ആവശ്യപ്പെടുന്നു. പഴയ നിയമത്തിൽ ആവർത്തനം 6:5 ഇങ്ങനെ പറയുന്നു: നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കണം. ഇത് തന്നെ ആവർത്തന പുസ്തകം 10:12, 11:13, 13:3, 30:6 എന്നിവയിലും യോശുവ 22:5 ആവർത്തിച്ചിരിക്കുന്നു. പരിപൂർണമായ ഒരു സ്നേഹമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. മറ്റൊരാൾക്കും പങ്കുവെക്കാനാകാത്ത ഒരു പൂർണ്ണ സ്നേഹം നാം നമ്മുടെ സൃഷ്ടാവായ ദൈവത്തിന് പ്രഥമ സ്ഥാനത്താൽ കൊടുക്കണമെന്നാണ് ഈ വചനഭാഗങ്ങളിലൂടെ ആവർത്തിച്ച് പറയുന്നത്. ആ സ്നേഹത്തിൽ ഒരു പൂർണ്ണതയുണ്ടാകണം. ഇതെല്ലാം പഴയ നിയമത്തിലൂടെ ദൈവം വ്യക്തമാക്കിയതാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശുവും ഇത് തന്നെ ആവർത്തിക്കുന്നു. മത്തായി 22:37-38, മാർക്കോസ് 12:30, ലൂക്കോസ് 10:27 എന്നിവ വായിക്കുക. അതിൽ മാർക്കോസ് 12:30 കേൾക്കൂ. നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണമെന്നാകുന്നു. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് യേശുവും ഈ കൽപ്പനയെ ഉറപ്പിക്കുന്നുണ്ട്. മത്തായി 5:48 നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണൻ ആയിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരായിരിക്കണം എന്നും ഉപദേശിക്കുന്നുണ്ട്. എന്നാൽ മനുഷ്യൻ്റെ കാര്യമെടുക്കുക, അവന് പൂർണ്ണനാകാൻ കഴിയുമോ? ബലഹീനനായ മനുഷ്യന് അത് സാധ്യമാകുമോ? 2 കൊരിന്ത്യർ 12:9 പൗലോസ് പറയുന്നത് കേൾക്കൂ. അവൻ എന്നോട്, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നുവല്ലോ എന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ കൃപയാൽ ബലഹീനതയിൽ പൂർണ്ണത വരുത്താനാകുമെന്നാണ് യേശു പറയുന്നത്. മത്തായി 19:21 യേശു ഒരുവനോട് സൽഗുണപൂർണനാകുവാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ അവനുള്ള സമ്പത്ത് ത്യജിച്ച് യേശുവിനെ അനുഗമിക്കാൻ പറയുന്നുണ്ട്. യേശുവിനെ അനുഗമിക്കാൻ തടസ്സം നിൽക്കുന്നവയെല്ലാം ഉപേക്ഷിച്ച് അനുഗമിക്കുന്നവന് കൃപയാൽ പൂർണ്ണനാകാൻ ആകും. എബ്രായർ 10:14 പറയുന്നത് ഏകയാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സദ്ഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു എന്നാണ്. എബ്രായർ 7:28 ക്രിസ്തു എന്നേക്കും പൂർണ്ണനായി തീർന്നവനാണെന്നാണ് പറയുന്നത്. എബ്രായർ 5:8-9 കേൾക്കൂ. പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. തികഞ്ഞവനായ പൂർണ്ണതയുള്ള യേശുവിനെ പിൻപറ്റി കൽപ്പനകൾ അനുസരിച്ച് ജീവിച്ചാൽ ബലഹീനതയിലും കൃപയാൽ നാം പൂർണ്ണരാകും. അങ്ങനെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ശക്തിയോടെ പൂർണ്ണ ആത്മാവിനാൽ നമുക്ക് പൂർണ്ണതയുള്ള ദൈവത്തെ സ്നേഹിക്കാനാകും. ഈ വചനങ്ങൾ സ്വീകരിക്കാൻ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ദൈവമേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.